എസൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന സീരീസിലെ 15ാമത്തെ യൂണിറ്റാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ കുറച്ച് അധ്യായങ്ങളായി പ്രൈമറി ഓക്സിലറി വെർബുകളായ ആം, ഈസ്, ആർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ് എന്നിവയെ കുറിച്ചുള്ള പ്രായോഗികമായ ഉപയോഗക്രമങ്ങളാണ് പഠിച്ചതെങ്കിൽ ഇന്ന് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി ഓക്സിലറി വെർബുകളിലൊന്നായ ഹാവ് ആൻഡ് ഹാസ്, ഹാഡ് എന്നീ സീരീസിലെ ഹാവിനെ കുറിച്ചാണ് ഇന്ന് കൃത്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഐ ഹാവ് ഡൺ എന്നുള്ളതിനെയാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ അർത്ഥം, ഇതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നിങ്ങനെയാണ് പറയുന്നത്. ആദ്യം ഇതിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം. ഐ ഹാവ് ഡൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്തിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇവിടെ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹാവ് എന്നുള്ളതിന് ശേഷം ഡൺ എന്നുള്ള പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ചില വിദ്യാർത്ഥികൾ V1, V2, V3 എന്നിങ്ങനെ വെർബിനെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. പല അധ്യാപകരും അങ്ങനെയാണ് വെർബിന്റെ ഫോമുകളെ പഠിപ്പിക്കുന്നത്. അതിലെ V3 ഫോമിനെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു വെർബിന് 5 ഫോം ഉണ്ട്. ഉദാഹരണത്തിന് റൈറ്റ്, റൈറ്റ്സ്, റോട്ട്, റിട്ടൺ, റൈറ്റിംഗ്. അതിൽ റിട്ടൺ എന്ന ഫോം മാത്രമാണ്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ആ അർത്ഥത്തിൽ 4ാമത്തെ രൂപം. നേരെ മറിച്ച് റൈറ്റ്, റോട്ട്, റിട്ടൺ എന്നിങ്ങനെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതിലെ റിട്ടൺ എന്ന ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഗ്രാമാറ്റിക്കലായിട്ടുള്ള ആദ്യത്തെ കാര്യം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാക്കുന്നത് ED ചേർത്താൽ മതി. 1ാമത്തെ രൂപത്തോട് കൂടിയിട്ട് ED എന്ന് ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപം കിട്ടും. അപ്പോൾ പ്ലേ എന്നുള്ളത് പ്ലേറ്റ്, ആസ്ക് എന്നുള്ളത് ആസ്ക്, ഇൻവൈറ്റ് എന്നുള്ളത് ഇൻവൈറ്റഡ്. പക്ഷേ ചില വെർബുകൾ വ്യത്യസ്തമാണ്. അത്തരം വെർബുകളെ നമ്മൾ ഇറഗുലർ വെർബ്സ് എന്ന് പറയുന്നു. ആ ഇറഗുലർ വെർബ്സ് എല്ലാം നിങ്ങൾ കാണാപാഠം പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ ഐ ഹാവ് ഡൺ, ഞാൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിനെ വിശദീകരിക്കാൻ വേണ്ടി ആദ്യം 3 ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഹിസ് ഷൂസ് ആർ ഡേർട്ടി, ഒരാൾ ഒരു ഡേർട്ടി ആയ ഷൂസ് പിടിച്ചു നിൽക്കുന്നു. ആൻഡ് ഹീസ് ക്ലീനിങ് ഹിസ് ഷൂസ്, അദ്ദേഹത്തിൻ്റെ ഷൂസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈസ് പ്ലസ് ING എന്നുള്ളത് നമ്മൾ 3ാമത്തെ 4ാമത്തെ എല്ലാ പാഠങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന അർത്ഥം. അത് കഴിഞ്ഞ് അദ്ദേഹം കസാരയിൽ ഇരിക്കുന്ന ഒരു ചിത്രമാണ്. ഷൂസ് എല്ലാം ഷൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം ഐ ഹാവ് ക്ലീൻ മൈ ഷൂസ്, ഞാൻ എൻ്റെ ഷൂസ് ക്ലീൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നു എന്നർത്ഥം. ഹി ഹാസ് ക്ലീൻ ഹിസ് ഷൂസ്, അതിനർത്ഥം ഹിസ് ഷൂസ് ആർ ക്ലീൻ നൗ, ഇപ്പോൾ അദ്ദേഹം അത് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് ആക്ഷൻ പാസ്റ്റിൽ നടന്നത് ആണെങ്കിലും അതിൻ്റെ ഫലം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഷൂസ് ഇളങ്ങിയിരിക്കുന്ന അവസ്ഥ ഇപ്പോഴും ഉണ്ട് എന്നർത്ഥം. ഹി ഹാസ് ക്ലീൻ ഹിസ് ഷൂസ്, അദ്ദേഹത്തിൻ്റെ ഷൂസ് ക്ലീൻ ചെയ്തിരിക്കുന്നു എന്നർത്ഥം. ഇനി അടുത്തൊരു ഉദാഹരണം നോക്കുന്നു. 2 പേര് ഒരു സോഫയിലിരിക്കുന്നു. ദേ ആർ അറ്റ് ഹോം, അവർ വീട്ടിലാണ് എന്ന് ഉള്ളൊരു സെൻറ്റൻസ് ആണ് അടിയിൽ കൊടുത്തിരിക്കുന്നത്. ദേ ആർ ഗോയിങ് ഔട്ട്, പിന്നെ അവർ വീടിൻ്റെ പുറത്തേക്ക് പോകുന്ന ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. ദേ ആർ ഗോയിങ് ഔട്ട്, അവർ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ പോവുകയാണ് R + ING എന്നുള്ളത് നമ്മൾ മുൻപത്തെ പാഠങ്ങളിൽ പഠിച്ചതാണ്. അതിനുശേഷം ദേ ഹാവ് ഗോൺ ഔട്ട്, അവർ പുറത്തു പോയിരിക്കുന്നു അല്ലെങ്കിൽ പുറത്തു പോയിട്ടുണ്ട്. ദേ ആർ നോട്ട് അറ്റ് ഹോം നൗ, ഈ പറയുന്ന നിമിഷത്തിൽ അവിടെ ഇല്ല എന്നർത്ഥം, വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹാവ് ഗോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പോയിട്ടുണ്ട്, പോയിരിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഹാസ് ക്ലീൻഡ്, ഹാവ് ഗോൺ, എക്സ്ട്രാ ഇസ് എ സിമ്പിൾ പെർഫെക്റ്റ്. ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ പറയുന്നത് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതിനെയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഐ, വി, യു, ദേ പോലെയുള്ള ബഹുവചനങ്ങൾക്ക് ശേഷം ഹാവ് എന്നുള്ളതും ഹാവ് നോട്ട് എന്നുള്ളതുമാണ് ഉപയോഗിക്കുന്നത്. ഹി, ഷീ, ഇറ്റ് പോലെയുള്ള ഏകവചനങ്ങൾക്ക് ശേഷം ഹാസ് എന്നുള്ളതാണ് ഉപയോഗിക്കുന്നത്. നെഗറ്റീവ് ആണെങ്കിൽ ഹാസ് നോട്ട് എന്നുള്ളത്. അപ്പോൾ രണ്ടിൻ്റെയും അർത്ഥം എന്താണ്, ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ അവിടെ ഏകവചന ബഹുവചന വ്യത്യാസങ്ങൾ ഉണ്ട് എന്നർത്ഥം. ഉദാഹരണത്തിന് ഐ ഹാവ് ക്ലീൻഡ്, ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. വി ഹാവ് ഫിനിഷ്ഡ്, ഞങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ആൻഡ് യു ഹാവ് സ്റ്റാർട്ടഡ്, നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ദേ ഹാവ് ലോസ്റ്റ്, അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഹി ഹാസ് ഡൺ, അവൻ ചെയ്തിട്ടുണ്ട്. ഷി ഹാസ് ബീൻ, അവൻ പോയിട്ടുണ്ട്. ബീൻ എന്നുള്ളതിന് പോവുക എന്നർത്ഥമുണ്ട്, വരിക എന്നർത്ഥമുണ്ട്, പോയി വരിക എന്നർത്ഥമുണ്ട്. അപ്പോൾ അദ്ദേഹം പോയി വന്നിട്ടുണ്ട് എന്നർത്ഥം വരും. ആൻഡ് ഇറ്റ് ഹാസ് ഇൻ ഗോൺ, ഇത് പോയിട്ടില്ല എന്നർത്ഥം. ഇനി ചോദ്യങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിൽ പഠിച്ച പോലെ തന്നെ ഈ ഓക്സിലറി വെർബുകളെ സബ്ജക്റ്റിന് മുന്നേ കൊണ്ടുവരുന്നു. ഹാവ് ഐ ക്ലീൻഡ്, ഞാൻ ചെയ്തിട്ടുണ്ടോ, ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടോ. ഹാവ് യു ഫിനിഷ്ഡ്, നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ടോ. ഹാവ് യു സ്റ്റാർട്ട്, നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ. ഹാവ് ദേ ലോസ്റ്റ്, അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ. ഹാസ് ഷീ ഡൺ, അവൾ ചെയ്തിട്ടുണ്ടോ. ഹാസ് ഷീ ബീൻ, അവൾ പോയി വന്നിട്ടുണ്ടോ. ഹാസ് ഇറ്റ് ഗോൺ, അത് പോയിട്ടുണ്ടോ എന്നർത്ഥം. ഓക്കെ, അപ്പോൾ റെഗുലർ വെർബ്സ് ED, ക്ലീൻ എന്നുള്ളത് ക്ലീൻഡ്, ഫിനിഷ് എന്നുള്ളത് ഫിനിഷ്ഡ്, സ്റ്റാർട്ട് എന്നുള്ളത് സ്റ്റാർട്ട്. ഇതിനെല്ലാം ഇങ്ങനെ ED അവസാനിക്കുന്ന
പാസ്റ്റ് പാർട്ടിസിപ്പിളിനെയാണ് റെഗുലർ വെർബ്സ് പറയുന്നത്. അല്ലാത്തവയെ നമ്മൾ ഇറഗുലർ വെർബ്സ് എന്ന് പറയുന്നു. ഇറഗുലർ വെർബ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽ അതിൻ്റെ അപ്പൻഡിക്സ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. റെഗുലർ വെർബ്സ് എന്താണ്? ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈസ് ഇ ഡി, ദ സെയിം ആസ് ദ പാസ്റ്റ് സിമ്പിൾ. പാസ്റ്റ് സിമ്പിൾ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടാക്കുന്നത്, ഇ ഡി ചേർത്തുകൊണ്ട്. അത്തരം വെർബുകളെ നമ്മൾ റെഗുലർ വെർബ്സ് എന്ന് പറയുന്നു. ഉദാഹരണത്തിന് ക്ലീൻ എന്നുള്ളത് ഐ ഹാവ് ക്ലീൻ, ഞാൻ ക്ലീൻ ചെയ്തിരിക്കുന്നു. ഫിനിഷ് എന്നുള്ളത് വി ഹാവ് ഫിനിഷ്ഡ്, ഞങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. സ്റ്റാർട്ട് എന്നുള്ളത് ഷി ഹാസ് സ്റ്റാർട്ടഡ്, അവൾ തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം. ഇറഗുലർ വെർബ്സ് എന്ന് പറഞ്ഞാൽ ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈസ് സംടൈംസ് ദ സെയിം ആസ് ദ പാസ്റ്റ് സിമ്പിൾ ആൻഡ് സംടൈംസ് ഡിഫറെൻറ്റ്. ഓക്കെ, ചില സമയത്ത് പാസ്റ്റ് സിമ്പിളെ പോലെ ഒരേപോലെ ആയിരിക്കും, ചിലത് വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അത് അപ്പൻഡിക്സ് 2, 3 അത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെയൊക്കെയാണ് രൂപാന്തരപ്പെടുന്നത് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ദ സെയിം ബൈ എന്നുള്ളത് ഐ ബോട്ട്, ഐ ഹാവ് ബോട്ട്. അപ്പോൾ അതിൻ്റെ പാസ്റ്റ് സിമ്പിളും ബോട്ട് തന്നെയാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ബോട്ട് തന്നെയാണ്. ആൻഡ് ഹാവ് എന്നുള്ളത് ഹാഡ് ആണ്, ഹി ഹാഡ്, ഹി ഹാസ് ഹാഡ്, രണ്ടിൻ്റെയും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹാഡ് എന്നുള്ളതാണ്. ഇനി വ്യത്യസ്തമായി വരുന്നത് ബ്രേക്ക് ആണ്. ബ്രേക്ക് എന്നുള്ളതിൻ്റെ ബ്രോക്ക് ആണ് പാസ്റ്റ് ടെൻസ് വരിക, സിമ്പിൾ പാസ്റ്റ് വരിക. ബ്രോക്കൺ എന്നാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരിക. അപ്പോൾ ഐ ഹാവ് ബ്രോക്കൺ, ഞാൻ പൊട്ടിച്ചിരിക്കുന്നു എന്നർത്ഥം. യു സോ, സി എന്നുള്ളതിൻ്റെ സോ എന്നാണ് വരിക, സീൻ എന്നാണ് അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്നത്. രണ്ടും വ്യത്യസ്തമാണ്. ഫാൾ എന്നുള്ളതിൻ്റെ ഫെൽ ആൻഡ് ആണ്, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫാളൻ ആണ്, സിമ്പിൾ പാസ്റ്റ് വരുന്നത് ഫെൽ ആണ്. ഗോ എന്നുള്ളതിൻ്റെ വെൻറ്റ് ആണ്, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽ സാധാരണഗതിയിൽ ഇ ഡി ആണ്. ഡീറ്റെയിൽ നമുക്ക് അപ്പൻഡിക്സ് 2, 3 പാഠങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അർത്ഥം ഒന്നും കൂടി വിശദീകരിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് ഈ ഒരൊറ്റ പാഠത്തിൽ അല്ല ഹാവിനെ വിശദീകരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ടുള്ള 4-5 പാഠത്തിലെ ഹാവിൻ്റെ കൃത്യമായ യൂസേജുകളും അതിൻ്റെ പൊസിഷനും അതിൻ്റെ കൂടെ വരുന്ന വാക്കുകളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഇത് ജസ്റ്റ് ഒരു ഇൻട്രോ ആണ് ഈ പാഠം നൽകുന്നത്. വി യൂസ് ദ പ്രസൻറ്റ് പെർഫെക്റ്റ് ഫോർ ആൻ ആക്ഷൻ ഇൻ ദ പാസ്റ്റ് വിത്ത് എ റിസൾട്ട്. അപ്പോൾ നമ്മൾ ഈ പ്രസൻറ്റ് പെർഫെക്റ്റ്, അതായത് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നുള്ള ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത് ഒരു കഴിഞ്ഞു പോയ ഒരു ആക്ഷനെ കുറിക്കാണ്, പക്ഷേ അതിൻ്റെ റിസൾട്ട് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, അത്തരം കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ലോസ്റ്റ് മൈ പാസ്പോർട്ട്, എനിക്കെൻ്റെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഐ കാൻ ഫൈൻഡ് മൈ പാസ്പോർട്ട് നോ, ഇപ്പം എനിക്ക് അത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നർത്ഥം. ആ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് അർത്ഥം, കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ആൻഡ് വെർ ഇസ് ലിൻഡ, ഷി ഹാസ് ഗോൺ ടു ബെഡ്, അവൾ ഉറങ്ങാൻ പോയിരിക്കുന്നു. അപ്പോൾ ഷീ ഈസ് ഇൻ ബെഡ്, അവൾ ഇപ്പോൾ ഉറങ്ങിയിരിക്കുകയാണ്, അപ്പോൾ ഇവിടെ ഇല്ല എന്നർത്ഥം. ഓക്കെ, ആ ഉറക്കം എന്നുള്ള ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് മുന്നേ ആണെങ്കിലും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. ആൻഡ് വിഫ് ബോട്ട് എ ന്യൂ കാർ, ഞങ്ങൾ പുതിയ കാർ വാങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പുതിയ കാർ വാങ്ങിയിട്ടുണ്ട്. വി ഹാവ് എ ന്യൂ കാർ നൗ, ആ വാങ്ങിയ കാർ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നർത്ഥം. ഓക്കെ, ഇറ്റ്സ് റാച്ചൽസ് ബർത്ത്ഡേ ടുമോറോ, ഐ ഹാവൻറ്റ് ബോട്ട് ഹെർ പ്രസൻറ്റ്, ഞാൻ അവൾക്ക് പ്രസൻറ്റ് വാങ്ങിയിട്ടില്ല, ഒരു സമ്മാനവും വാങ്ങിയിട്ടില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ വാങ്ങിയിട്ടില്ലാത്ത അവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നർത്ഥം. ബോബ് ഈസ് ഓൺ ഹോളിഡേ, ബോബ് ഹോളിഡേയിലാണ്. ഓ, വെർ ഹാസ് ഹി ഗോൺ, അവൾ എവിടെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്, WH ആൻഡ് ഓക്സിലറി സബ്ജക്റ്റ് ആൻഡ് വെർബ് എന്നുള്ളതാണ്. അപ്പോൾ വെർ ഹാസ് ഹി ഗോൺ, അവൾ എവിടെ പോയിട്ടുള്ളത്, അവൾ എവിടെയാണ് പോയിരിക്കുന്നത് അർത്ഥം. കെൻ ഐ ടേക്ക് ദിസ് ന്യൂസ് പേപ്പർ, ഹാവ് യു ഫിനിഷ്ഡ് വിത്ത് ദി, ഓക്കെ, എനിക്ക് ന്യൂസ് പേപ്പർ എടുക്കാമോ, നിങ്ങൾ ഫിനിഷ് ചെയ്തിരിക്കുന്നോ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്നർത്ഥം. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽ പാഠങ്ങൾ പ്രസൻറ്റ് പെർഫെക്റ്റ് യൂണിറ്റ് 16 മുതൽ 19 വരെയുള്ള പാഠങ്ങളിലുണ്ട്. പ്രസൻറ്റ് പെർഫെക്റ്റും പാസ്റ്റ് സിമ്പിളും തമ്മിലുള്ള വ്യത്യാസം യൂണിറ്റ് 20-ലുണ്ട്. ആൻഡ് ഇറഗുലർ വെർബ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ യൂണിറ്റ് 24 അപ്പൻഡിക്സ് 2, 3 എന്നിവയിലുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി മനസ്സിലാണെങ്കിൽ ഈ പാഠങ്ങൾ കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ പാഠം പഠിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ എക്സസൈസ് നോക്കുക. ലുക്ക് അറ്റ് ദ പിക്ചർ, വാട്ട് ഹാസ് ഹാപ്പൻ, ചൂസ് ഫ്രം ഗോ ടു ബെഡ്, clean his shoes, stop raining, close the door, fall down, have bath. ഓക്കെ, അപ്പോൾ ഈ ചിത്രത്തിലേക്ക് നോക്കുക, എന്നിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്ന് ഈ വെർബിൽ നിന്ന് എടുത്ത് എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഒരു ഡേർട്ടി ആയിട്ടുള്ള ഒരു ഷൂ കാണിക്കുന്നു, അത് തിളങ്ങുന്നത് ആയിട്ടുള്ള ചിത്രം കാണിക്കുന്നു. അപ്പോൾ ഹി ഹാസ് ക്ലീൻ ഹിസ് ഷൂസ്, അദ്ദേഹത്തിൻ്റെ ഷൂസ് ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്നർത്ഥം. ഇനി ഒരാൾ വാതിൽ തുറന്നു വെച്ചിരിക്കുന്ന ചിത്രം കാണിക്കുന്നു, ഡോർ അടച്ചിട്ടുള്ള ചിത്രം കാണിക്കുന്നു. അപ്പോൾ ഇതെന്തായിരിക്കും എന്നുള്ളതാണ്. ആൻഡ് ഷീ ഗോസ് ടു ബെഡ് ആണോ, ഷീ സ്റ്റോപ്പ് റൈനിങ് ആണോ, ഷീ ക്ലോസ് ദ ഡോർ ആണോ, ഷീ ഫോൾ ഡൗൺ ആണോ, ഷീ ഹാവ് ബാത്ത് ആണോ, ഏതാണെങ്കിൽ അതിൻ്റെ ഹാസ് ചേർത്ത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഓക്കെ, രണ്ടുപേരും TV കാണുന്നു, പിന്നീട് അവർ ഉറങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് എഴുതുക. മഴ പെയ്യുന്നു, പിന്നെ സൂര്യൻ ഉദിക്കുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വാക്കുകളിൽ നിന്ന് ഗോ ടു ബെഡ് ആണോ, സ്റ്റോപ്പ് റൈനിങ് ആണോ, ഇതിൻ്റെ ഏതാണെന്ന് വെച്ചെങ്കിൽ അത് കറക്റ്റായിട്ട് എഴുതുക. അതേപോലെ തന്നെ ഒരാൾ കുളിക്കുന്നു,
പിന്നെ മുടിച്ചിരുന്നു. അപ്പോൾ ഏതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് കൃത്യമായിട്ട് എഴുതേണ്ടത്. പിന്നെ കാണിക്കുന്ന അടുത്ത ചിത്രം എന്താണ്, ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു റൂം കാണിക്കുന്നു. പിന്നെ ഒരു ക്ലീൻ അല്ലാത്ത റൂം കാണിക്കുന്നു. ക്ലോസ് ഡോർ, ഫാൾ ഡൗൺ, ഹാവ് ബാത്ത് ആൻഡ് സ്റ്റോപ്പ് റൈനിങ്, ഗോ ടു ബെഡ്. ആൻഡ് ഒരു ഒരു ഈ ചിത്രം, ആറാമത്തെ ചിത്രം എന്താണ്, എന്താണ് ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം താഴ്ത്ത് വീണ് കിടക്കുന്നു. ഓക്കെ, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. എന്നിട്ട് ആൻസർ കീ ചെക്ക് ചെയ്യുക. ആൻസർ കീ ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതെല്ലാം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ അധ്യായം പഠിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഇത് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ അധ്യായം ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇത് പഠിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരിക്കും, മനസ്സിലാവാത്ത പ്രശ്നമായിരിക്കും. പക്ഷേ ഇത് സ്കിപ്പ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം പഠിച്ചിട്ട് മനസ്സിലാവുമെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത എക്സാമ്പിളിലേക്ക് പോവുക, അടുത്ത പാഠത്തിലേക്ക് പോവുക. അങ്ങനെ 19 വരെയുള്ള പാഠങ്ങൾ പഠിച്ചതിന് ശേഷം വീണ്ടും ഇവിടുന്ന് ഒന്നും കൂടി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി നോക്കൂ, രണ്ടാമത്തെ എക്സസൈസ്, കംപ്ലീറ്റ് ദ സെന്റൻസസ് വിത്ത് എ വേർഡ് ഫോം ഇൻ ദ ലിസ്റ്റ്. ഈ ലിസ്റ്റിൽ കൊടുത്തിരിക്കുന്ന വേർഡ് ഫോം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കൃത്യമായ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അടിയിൽ കൊടുത്തിരിക്കുന്ന ഈ 12 സെൻറ്റൻസുകൾ നിങ്ങൾ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ബ്രേക്ക്, ബൈ, ഡിസൈഡ്, ഫിനിഷ്, ഫോർഗെറ്റ്, ഗോ 2 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. ഇൻവൈറ്റ്, സീ, നോട്ട് സീ ആൻഡ് ടേക്ക്, ടെൽ. ഒന്നാമത്തെ ഉദാഹരണം, ക്യാൻ ഐ ഹാവ് ദിസ് ന്യൂസ് പേപ്പർ? എനിക്ക് ന്യൂസ് പേപ്പർ എടുക്കാമോ? യെസ്, ഐ ഫിനിഷ്ഡ് വിത്ത് ഇറ്റ്. ഓക്കെ, ഞാനത് കഴിഞ്ഞിരിക്കുന്നു, അപ്പോൾ നിങ്ങൾക്ക് എടുക്കാമെന്നർത്ഥം. അപ്പോൾ ഐ ഹാവ് ഫിനിഷ്ഡ്, ഇവിടുത്തെ ഫിനിഷ് എന്നുള്ള വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് അതിന് മുമ്പ് ഹാവ് ചേർത്ത് ഞാൻ ഫിനിഷ് ചെയ്തിരിക്കുന്നു എന്നർത്ഥം. അതേപോലെ ഈ 12 നിങ്ങൾ ചെയ്യുകയാണ് ഇതിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ പാഠം ഇത്രയേ ഉള്ളൂ. ഐ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഐ ഹാവിന് ശേഷം പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പ്രവൃത്തി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്തിരിക്കുന്നു എന്നാണ് അർത്ഥം വരിക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ബഹുവചനങ്ങളാണെങ്കിൽ മാത്രമാണ്, ഐയും ബഹുവചനങ്ങളും ആണെങ്കിൽ മാത്രമാണ് ഐ ഹാവ് ഉപയോഗിക്കുന്നത്. മറ്റു ഏകവചനമാണെങ്കിൽ ഹാസ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പാഠത്തിൽ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട അടുത്ത പാഠങ്ങൾ കൂടി നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്ത അധ്യായത്തിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം. നന്ദി, നമസ്കാരം.